ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വ്ളോഗിൽ ഈ 2024 നമ്മൾ ഇന്ത്യക്ക് പോയപ്പം കുറച്ച് സ്പെഷ്യലായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സമ്മറി നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇന്ത്യക്ക് പോകാൻ ഒരുങ്ങുന്ന സമയമാണിത്. അപ്പം നമ്മൾ എഡിൻബർഗിൽ നിന്ന് ട്രെയിനാണ് ലണ്ടനിലെത്തിയത്. അപ്പോൾ ലണ്ടനിൽ നമ്മൾ ഒരു ദിവസം സ്റ്റേ ചെയ്തു. ബിക്കോസ് രാവിലെ ആയിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ പ്രീമിയർ ഇന്നിലാണ് സ്റ്റേ ചെയ്തത്. അതായത് എനിക്ക് ഫ്ലൈറ്റ് ഗാറ്റ്വിക് എയർപോർട്ടിൽ നിന്നായിരുന്നു. നമ്മൾ ഗാറ്റ്വിക് എയർപോർട്ടിൽ പ്രീമിയർ ഇന്നിലാണ് സ്റ്റേ ചെയ്തത്. പക്ഷേ ആരെങ്കിലും അങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്രാവശ്യം എനിക്ക് പറ്റിയൊരു അബദ്ധം കൂടിയാണത്. ബിക്കോസ് ഞാൻ സാധാരണ എപ്പോഴും ലണ്ടൻ ഹെത്രോയിലാണ് ബുക്ക് ചെയ്യാറ്. അപ്പം തൊട്ടടുത്താണ് എയർപോർട്ട് ഹോട്ടലുകളിലൊക്കെ. ഇത് എയർപോർട്ട് ഹോട്ടലിൽ നിന്ന് തന്നെയാണ് എഴുതിയിരുന്നത്. പക്ഷേ ഇത് ലണ്ടൻ ഗാറ്റ്വിക് എയർപോർട്ടിൽ നിന്ന് അറൗണ്ട് 25 പൗണ്ട്സ് നമ്മൾ ടാക്സിയിൽ പോകണം. 25 പൗണ്ട്സ് ആവും ടാക്സിയിൽ പോകാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ബസ്സൊക്കെ എടുത്ത് വേണം പോകാനായിട്ട്. അപ്പം ഇത് ചീപ്പായിരുന്നു. 50 പൗണ്ട്സാണ് ഒരു നൈറ്റിനായത്. അപ്പം സാധാരണ എയർപോർട്ട് ഹോട്ടലുകളിലും ഈ പ്രൈസേ ആകാറുള്ളൂ. പക്ഷേ ഇത് എയർപോർട്ട് ഹോട്ടൽ തന്നെയാണ്. പക്ഷേ എയർപോർട്ടിൽ നിന്ന് കുറച്ച് അകലെയാണ്, എയർപോർട്ടിനകത്തല്ല. അപ്പം നമുക്ക് രാവിലെയും ടാക്സി പിടിക്കേണ്ടി വന്നു, വൈകിട്ടും ഹോട്ടലിലേക്ക് പോകാനായിട്ടും ടാക്സി പിടിക്കേണ്ടി വന്നു. അങ്ങനെ കുറച്ച് എക്സ്പെൻസ് നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാട്ടിൽ കൂടി. ബിക്കോസ് നമ്മൾ ഞാൻ എഡിൻബർഗിൽ നിന്ന് പോകാതെ ലണ്ടനിൽ നിന്ന് പോകാനുള്ള കാരണം തന്നെ നമ്മൾ കുറച്ച് ടിക്കറ്റ് ഫെയർ സേവ് ചെയ്യാന്നുള്ളതാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് കൺസിഡറബിൾ എമൗണ്ട് ഓഫ് സേവിങ് ഉണ്ടായി, ഇങ്ങനെ ഹോട്ടൽ എടുത്തിട്ടും ടാക്സി പിടിച്ചിട്ടും ഒക്കെ തന്നെ. അപ്പം നമ്മൾ താമസിച്ച ഹോട്ടലിലെ റൂമൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിത് അവിടെ എത്തി, ചെക്ക് ഇൻ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ജസ്റ്റ് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് റൂമിനകത്തേക്ക് പോകാം. ഒരു 2 പേർക്കുള്ള റൂമാണ് ഇത്. 2 ബെഡ് ആക്ച്വലി അവൈലബിൾ ആയിരുന്നു. ഒരു അഡൽട്ടും ഒരു ചൈൽഡുമാണ് കൊടുത്തത്. അപ്പോൾ വളരെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം, സ്റ്റാൻഡേർഡ് റൂം തന്നെ. പ്രീമിയർ ഇന്നിൻ്റെ എല്ലാ റൂമുകളും ഒരുപോലെയാണ്, സ്റ്റാൻഡേർഡ് റൂംസാണ്. ഞാൻ നിന്നതിൽ ഒരു ഹോട്ടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭയങ്കര സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരുന്നത്, ഹീത്രോ എയർപോർട്ടിനകത്തുള്ള ഒരു. അത് പ്രീമിയർ ഇന്നല്ല, വേറൊരു ഹോട്ടലാണ്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അല്ലാതെ പ്രീമിയർ ഇന്നിൻ്റെ എല്ലാ റൂമുകളും ഏകദേശം ഈ ഒരു സ്റ്റാൻഡേർഡിലാണ് കീപ്പ് ചെയ്യുന്നത്. ഒരു TV, ക്ലോത്ത് ഹാങ്ങർ, കോഫി മെഷീൻ, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ജസ്റ്റ് ഒരു വെക്കേഷൻ തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പോൾ എല്ലാ വർഷവും തന്നെ ഒരു ദിവസം ഹോട്ടലിൽ സ്റ്റേ ചെയ്താണ് നമ്മുടെ വെക്കേഷൻ ആരംഭിക്കുന്നത്. ലണ്ടനിൽ ഹോട്ടലിൽ സ്റ്റേ ചെയ്ത്, അതായത് ലണ്ടനിൽ പോകുന്ന ടിക്കറ്റ് ഫെയർ കുറച്ച് കിട്ടാനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ സ്റ്റിൽ ആ കൂടെ നമ്മൾ ട്രാവൽ തുടങ്ങുമ്പോൾ ഉള്ള ഒരു ഹാപ്പിനെസ്, എന്നെ സമയത്തുള്ള അതൊരു ഹാപ്പിനെസ്സാണ്. അങ്ങനെയാണ് നമ്മൾ ട്രാവൽ എപ്പോഴും തുടങ്ങുന്നത്. അപ്പം നിങ്ങൾ ഈ ഹോട്ടൽ റൂം ഒക്കെ കണ്ടല്ലോ. ഇങ്ങനെയാണ് ഒരു 50 പൗണ്ട്സിൻ്റെ റൂം 1 നൈറ്റിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ ഇത്രയൊക്കെ ആണുള്ളത്. പക്ഷേ ഇത് ഒരു നൈറ്റ് തങ്ങാൻ വളരെയധികം. പിന്നെ ഇവർക്ക് താഴെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ 13 പൗണ്ട് എക്സ്ട്രാ കൊടുത്താൽ മതി. കിഡ്സിന് ഫ്രീ ആണ്, അണ്ടർ 10 ഐ തിങ്ക് ഫ്രീ ആണ്. അപ്പം ഇത് ഒരു റീസണബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ.